Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിലെ നമ്മുടെ ജനറൽ പേപ്പറിലെ മാത്സിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പല ടോപ്പിക്കുകൾ ഏതൊക്കെ ടോപ്പിക്കുകളുണ്ടെന്നോ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നോ ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the number that must be added to the terms of the ratio 13:25 to make it equal to 7:10. 13:25 എന്ന് രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് റേഷ്യോ 7/10 കിട്ടുന്നത്? ഇത് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട് നോക്കിയാൽ മതി. നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ 8 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 13 + 8 25 + 8 അത് ചെയ്ത് കഴിഞ്ഞ് റേഷ്യോ എടുക്കുമ്പോൾ 7/10 കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇനി അടുത്ത ഓരോ നോക്കണം. 11 നോക്കുക, 15 നോക്കുക, 13 നോക്കുക. നോക്കിയേ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു 0 ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ 25ന്റെ കൂടെ ഒരു 5 ഒക്കെ വന്നാലേ അവിടെ 0 വരത്തുള്ളൂ അല്ലെ. അങ്ങനെ നോക്കി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ സി ആണെന്ന് ഉറപ്പിക്കാം അല്ലെ. ഒന്ന് ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ സി 15 എടുത്തു, ഇവിടെയും 15 എന്ത് വരും? 28/40 അല്ലെ. 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 7/10. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി 15. ക്ലിയർ അല്ലേ? How many prime numbers exist between 20 and 60 and what is the average of these prime numbers? അപ്പം അത് ഞാൻ എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം ആ നമ്പരും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് 2, 3, 5, 7 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലെ. അതായത് 2ന് ഏതൊക്കെയുള്ളു? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ ഫാക്ടർ അല്ലെ. 3ക്കോ 1ഉം 3യും. ഇപ്പൊ നമ്മൾ 6 ഒരു പ്രൈം നമ്പർ ആണ്, അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ് അല്ലെ. അതായത് 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3 ഇതൊക്കെ ഫാക്ടേഴ്സാ അല്ലെ. 2 × 3 6, 1 × 6 അല്ലെ. അപ്പൊ ഇവിടെ ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം ആ നമ്പരും മാത്രം ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് വേറെ ഒരു ഡിജിറ്റ് കൊണ്ടും അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? പിന്നെ വരുമ്പോ ഇനി എന്താ? 13 ഉണ്ട്, 17 ഉണ്ട്, അങ്ങനെ അത് ചോദിക്കുന്നത് എന്താ? ഇവിടെ 20ക്കും 60ക്കും ഇടയിലുള്ളതാ ചോദിക്കുന്നത്. അപ്പൊ ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, ഡിവിസിബിലിറ്റി റൂള്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 13 എടുത്തു, നമുക്ക് നോക്കാം 13 ഏതാ? 3 കൊണ്ടോ 4 കൊണ്ടോ 5 കൊണ്ടോ ഏതെങ്കിലും കൊണ്ടൊക്കെ ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കുക. അതായത് വേറെ ഫാക്ടേഴ്സ് ഒന്നും 13ന് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അല്ലെ. 1ഉം 13 മാത്രമേ ഉള്ളൂ. 1ഉം 17 മാത്രമേ ഉള്ളൂ. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് നമുക്കറിയാം പ്രൈം നമ്പേഴ്സിൽ ആകെ ഒരു ഈവൻ നമ്പറേ ഉള്ളൂ, അത് 2 ആണ് അല്ലെ. ബാക്കി എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ആകെയുള്ള ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് പറയാം ഈവൻ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സിനകത്ത് വരുത്തില്ല. അത് കഴിഞ്ഞ് അല്ലെ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 20 തൊട്ട് 60 വരെ നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ 1 തൊട്ട് 100 വരെ നമ്മൾ നോക്കിയാലും അതിനകത്തുള്ള ഈവൻ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സിന്റെ ലിസ്റ്റിൽ വരത്തില്ല. അപ്പൊ നമുക്ക് വേറെ ഏതൊക്കെയാണ്? ഇനിയിപ്പോ 2ന്റെ ഡിവിസിബിലിറ്റി നോക്കണ്ട, 4 നോക്കണ്ട, 6 ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊന്നും നോക്കണ്ട. പിന്നെ നമ്മൾ നോക്കേണ്ടത് 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ആണോ നോക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ 20 തൊട്ട് എടുക്കുക, 20, 21 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. അടുത്ത 22, 23 അങ്ങനെയുള്ളത് നമ്മൾ നോക്കിയിട്ട് പറയുക. ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാ നോക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 3, 4, 3 3, 4, 5 ഓക്കെ, രണ്ട് നമ്പേഴ്സ് ഞാൻ പറയുക. എങ്ങനെ ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത്? ഈ ഡിജിറ്റ്സിന്റെ സമ്മ് എന്താ? സം എടുക്കുക. അതായത് 3 + 4 7, 7 + 3 10 അല്ലെ. ആ 10 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. സോ 343യും 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ പറയുന്നത് 3യുടെ ഡിവിസിബിലിറ്റി നോക്കുന്നതാണ്. അതായത് ഒരു നമ്പർ കണ്ടാൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്ന കാര്യമാണ് പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. ഞാനിപ്പോ ഒരു 3 ഡിജിറ്റ് നമ്പർ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. 2 ഡിജിറ്റ് ആണെങ്കിൽ 2 ഡിജിറ്റ്. ഇപ്പം 23 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത്? എങ്ങനെയാ? 2 + 3 5 അത് ഡിവിസിബിൾ ആണോ? അല്ല. ക്ലിയർ ആണോ? ഇനി നോക്കിയ 345 3 + 4 7 7 + 5 12 3 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെ. സോ 345ഉം 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണ് 3യുടെ ഡിവിസിബിലിറ്റി നോക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈവൻ, അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ 20 തൊട്ട് 60 വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഈവൻ നമ്പറുകളെല്ലാം നമുക്ക് കളയാം അല്ലെ. അത് പ്രൈം നമ്പർ അല്ല. ബാക്കി ഓഡ് ഡിജിറ്റ്സ് വരുമ്പോൾ
നമുക്ക് നോക്കാം 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ ഒരു പ്രൈം നമ്പർ ആയിരിക്കത്തില്ലേ, 3 ഒരു ഫാക്ടർ അല്ലേ, അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാ. 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്കറിയാം ആ ഒരു ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസിൽ 5 ഉണ്ടെങ്കിൽ ആ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ 5 എൻഡ് ചെയ്യുന്നത് 0 എൻഡ് ചെയ്യുന്നത് ഇതൊന്നും നമ്മുടെ പ്രൈം നമ്പേഴ്സിനകത്ത് വരുന്നേ അല്ല. ക്ലിയർ ആണോ? അപ്പൊ ഈ ഇടയ്ക്കുള്ളത് പിന്നെ 7ന്റെതൊക്കെ നമുക്ക് 760 വരെ ഉള്ളതിൽ 7ന്റെ മൾട്ടിപ്പിൾ ടേബിളിനകത്തുള്ളതൊന്നും എന്താ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരത്തില്ല അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു കാര്യം 3യുടേത് ഇതേപോലെ തന്നെ 9ഉം അത് ഇപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത് എങ്ങനെ, ഇതേപോലെ തന്നെ ഒരു ഡിജിറ്റ്സിന്റെ ഒരു നമ്പർ തന്നാൽ അതിന്റെ ഡിജിറ്റ്സിന്റെ സം എടുക്കാം. ആ സമ്മ് 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3, 4, 5 3 + 4 7 7 + 5 12 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല അല്ലെ. അപ്പൊ ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പൊ 3യും 9ഉം അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഒരു ഡിജിറ്റ് ഒരു നമ്പർ കണ്ടാൽ അത് 3 കൊണ്ട് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് ഡിജിറ്റ്സ് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുമ്പോൾ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പ്രൈം നമ്പേഴ്സ് എഴുതി നോക്കാം. 20 തൊട്ട് 60 വരെ. അപ്പൊ 20 അത് എഴുതേണ്ട കാര്യമില്ലല്ലോ. 21 അല്ലെ, 21 3യുടെ ടേബിളിനകത്ത് ഉള്ളത് തന്നെയാണ്, നമുക്ക് അറിയാം അല്ലെ, അത് വരത്തില്ല. 22 ഈവൻ നമ്പേഴ്സ് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. 24 ഇല്ല, 25 ഇല്ല, 26 20 കഴിഞ്ഞ് 23 വരുന്നുണ്ട് അല്ലെ. 23 നോക്കി അതൊരു പ്രൈം നമ്പർ ആണ് അല്ലെ. 23 2 + 3 5. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല, വേറെ ഒന്നും കൊണ്ടും ഇത് ഡിവിസിബിൾ അല്ല. അപ്പൊ 23 എഴുതി. പിന്നെ 26 നോക്കിയത് ഈവൻ ആണ്. 27 29 നോക്കിയേ 27 വരത്തില്ലല്ലോ. 27 7 + 2 9 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 27 നമ്മുടെ ടേബിളിൽ ഉള്ളതൊക്കെ അല്ലാതെ നമുക്കറിയാം, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണ്. 29 അല്ലെ. 9 + 2 11 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ 30 തുടങ്ങി കഴിഞ്ഞോ? 31 പിന്നെ വേറെ ഏതാ? 33 ഇല്ല, 34 35 ഇല്ല, 36 37 അല്ലെ. 37 പിന്നെ 39 ഉണ്ടോ? 39 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒന്നീ നമുക്ക് അല്ലാതെ നോക്കാം. 39 ഇപ്പൊ അതൊന്നും ടേബിൾ കഴിഞ്ഞുള്ളതൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. 39 9 + 3 12 3 കൊണ്ട് ഡിവിസിബിൾ അല്ല അല്ലെ. 3 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെ. അപ്പൊ അത് പ്രൈം നമ്പർ അല്ല. ഓക്കെ. 37 പിന്നെ 41 43 47 പിന്നെ ഏതാണ്? 51 നോക്കിയേ. 47 വരെ 51 ആണോ നോക്കിയേ. 5 + 1 6 അല്ലെ. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആണ് 51. അപ്പൊ പ്രൈം നമ്പർ അല്ല. 52 53 ഇതൊക്കെ ഇപ്പൊ നമ്മുടെ 7ന്റെ ടേബിളിൽ ഉള്ളയാണോ എന്നൊക്കെ നമ്മൾ നോക്കിക്കോണം. ഓക്കെ. 5 + 3 53 പിന്നെ 56 50 57 ഒന്ന് നോക്കിയേ. 57 ഉണ്ടോ നോക്കിയേ. 7 + 5 12 അല്ലെ. അപ്പൊ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ എന്ത് വരും? 59. ഇത്രയും അല്ലേ ഉള്ളത്. ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 9 പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത്. എവിടെ? 20ക്കും 60ക്കും ഇടയിൽ. അപ്പൊ എന്താണ് ഇത്? ഇപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഇത് ഇത്രയും ചെയ്താൽ മതി, ബാക്കി ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്, കാരണം ഓപ്ഷൻസ് അങ്ങനെയാണ് കിടക്കുന്നത്. ഓപ്ഷൻ ബി 9 ആവറേജ് 40.33. അതേ തന്നെ, അതായത് 9ഉം അതേപോലെ ഒരേപോലെ 9 തന്നെ വന്ന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സം കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ഇവിടെ ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബാക്കി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ആവറേജ് കാണാൻ പറഞ്ഞാൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഇതെല്ലാം കൂടെ സം ചെയ്യുക, ഡിവൈഡ് ബൈ 9. നമുക്ക് 40.33 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്താണെന്നും എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. അതിന് വേണ്ടിയിട്ട് 3യുടെ ആ ഒരു ഡിവിസിബിലിറ്റി റൂള് നമ്മൾ നോക്കുക. ബാക്കി 7 ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു 60 വരെയൊക്കെ ഉള്ളത് 70 വരെയുള്ള ടേബിൾ നമുക്ക് 7ലേക്ക് അറിയാം അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ളത് 7 കൊണ്ടും ഡിവിസിബിൾ ആണോ നമുക്ക് നോക്കുക. ഓക്കെ. 5 കൊണ്ട് എൻഡ് ചെയ്യുന്ന ഒന്നും വരത്തില്ല. അതേപോലെ ഈവൻ നമ്പേഴ്സ് ഒന്നും ഒരു പ്രൈം നമ്പർ അല്ല. ആകെയുള്ള ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Average age of 7 members of a family is 35 years. If one of the member whose age is 35 years is not included, then the age of other 6 family members is in the ratio of 1:2:3:4:5:6. Find the age of the eldest member of the family. അതായത് 7 മെമ്പേഴ്സിന്റെ നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ
നമ്പർ അല്ലെ. എത്ര ടേംസ് ഉണ്ടോ അതെല്ലാം കൂടെ സം എടുക്കുന്നു, അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അപ്പൊ ഈ സമ്മിന്റെ ഇക്വേഷൻ എന്താ? സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. 7 മെമ്പേഴ്സിന്റെ ആവറേജ് 35 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദാറ്റ് 7 മെമ്പേഴ്സ് എന്ത് കിട്ടും? സം ഓഫ് 7 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 7 ആണ്. ക്ലിയർ അല്ലേ? 35 3 245. ആ 7 മെമ്പേഴ്സിന്റെ സം 245. പിന്നെ ഇഫ് വൺ ഓഫ് ദ മെമ്പർ ഹൂസ് 35 ഈസ് നോട്ട് ഇൻക്ലൂഡ്, ആ 35 ഇല്ലെങ്കിൽ the age of the other family members, അതായത് ആ ബാക്കിയുള്ള 6 പേരുടെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 6 പേരുടെ സം നമുക്ക് എങ്ങനെ എടുക്കാം? 1x 2x 3x 4x 5x 6x അല്ലെ. ഇതാണ് 6 പേരുടെ ഏജ് എന്ന് പറഞ്ഞത്, റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സം എടുത്തേ. ഇതിന്റെ സമ്മും ഇത് 6 പേരുടെ സമ്മായി അല്ലെ. ആ മറ്റേ ആൾ, 7ാമത്തെ ആൾ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അയാളുടെ ഏജ് 35. അപ്പൊ ഇതിപ്പോ എന്താ? ഇത് 6 പേരുടെ സമ്മ്, അതിന്റെ കൂടെ 7ാമത്തെ ആളുടെ പ്രായം നമുക്കറിയാം 35. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 7 പേരുടെ സമ്മല്ലേ, ദാറ്റ് ഈസ് 245. സോൾവ് ചെയ്താൽ പോരായോ? എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? ഇത് 6 പേരുടെ റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ 7ാമത്തെ ഒരാളുടെ ഏജ് പറഞ്ഞിട്ടുണ്ട് 35. ഈ 7 പേരുടെയും കൂടെ സം എന്ന് പറയുന്നത് എന്താ? 7 പേരുടെ ആവറേജ് ഇൻറ്റു നമ്പർ ആണ് അല്ലെ. സോ ഇതെല്ലാം കൂടെ സം ചെയ്താൽ എന്ത് വരും? 6 10 21. 21x equal to 245 minus 35. 21x equal to 210. X will be equal to 210 by 21 10. X ന്റെ വാല്യൂ 10 കിട്ടി. ചോദിക്കുന്ന എന്താ? ഫൈൻഡ് ദ ഏജ് ഓഫ് ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഈ ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പർ ആരാ? 1x 2x 3x 4x. ഇതിനകത്തുള്ള എൽഡസ്റ്റ് ആരാ? 6x അല്ലെ. ഏറ്റവും പ്രായം കൂടിയാണ് 6x. 6 into 10 60. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ആവറേജ് എന്നാൽ സം ബൈ നമ്പർ ആണ്. അതേപോലെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? ആവറേജ് ഇൻറ്റു നമ്പർ. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജൂണിലേക്കല്ലേ എക്സാം. അപ്പൊ അതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകളും അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, ആവറേജ് ഹൈറ്റ് ഓഫ് 20 സ്റ്റുഡൻസ് ഈസ് x centimeter. Average height of other 20 students is y centimeter. And the average height of the remaining 20 students is z centimeter. Find the average height of the whole class. 60 students ഉള്ളതില് 20 ആൾക്കാരുടെ ആവറേജ് x, വേറൊരു 20 ആൾക്കാരുടെ ആവറേജ് y, മറ്റൊരു 20 ആൾക്കാരുടെ ആവറേജ് z. ക്ലിയർ ആണോ? എങ്കിൽ ചോദിക്കുന്ന എന്താ? ടോട്ടൽ ആ ഹോൾ ക്ലാസിന്റെ ആവറേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ അല്ലെ. 20 ആൾക്കാരുടെ ആവറേജ് x ആണെങ്കിൽ അവരുടെ സം എടുക്കുക. സം എന്താ? ആവറേജ് ഇൻറ്റു നമ്പർ അല്ലെ. അപ്പൊ സമ്മ് 20x പ്ലസ് ഈ 20 ആൾക്കാരുടെ ആവറേജ് y ആണെങ്കിൽ അവരുടെ സം എന്താ? 20y അല്ലെ. റിമൈനിങ് 20 ആൾക്കാരുടെ ആവറേജ് z ആണെങ്കിൽ അവരുടെ സമ്മ് 20z. ഹോൾ ക്ലാസിന്റെ ആവറേജ് വേണമെങ്കിൽ ഹോൾ ക്ലാസിന്റെ സം ബൈ ആ ഹോൾ ക്ലാസ്സിലുള്ളവരുടെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഹോൾ ക്ലാസിന്റെ സം എന്ന് ഇതല്ലേ, ആദ്യത്തെ 20 പേര്, പിന്നുള്ള 20 പേര്, പിന്നുള്ള 20 പേര്. ഇതാണ് സമ്മ്. ഈ സമ്മിനെ എന്തോന്ന് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 60 അല്ലെ. 20 + 20 + 20. ക്ലാസ്സിൽ മൊത്തത്തിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് ഓഫ് ഹോൾ ഗ്രൂപ്പ്. ആ ഹോൾ ഗ്രൂപ്പിന്റെ ആവറേജ് കിട്ടും. സോൾവ് ചെയ്തേ. 20 ഇതിൽ നിന്നെല്ലാം കോമൺ എടുത്താൽ 20 കോമൺ എടുത്താൽ x + y + z by 60. കട്ട് ചെയ്തേ. 2 6 കട്ട് ചെയ്താൽ 3. സോ എന്ത് വരും ആൻസർ? x + y + z by 3. ഓപ്ഷൻ ഡി, x + y + z by 3 centimeter. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person pays 10% tax on his income up to 4 lakh. For the amount between 4 lakh to 8 lakh,
he pays a tax of 20%. And for the amount above 8 lakh, he pays 30% tax. If the total tax paid by the person is 1.8 lakh, then find his average percentage of tax paid on the whole income. Clear ആണോ? അതായത് ഒരാളുടെ ഒരു ഇൻകം ഉണ്ട്, അത് നമുക്ക് അറിയത്തില്ല അല്ലെ, അയാളുടെ ഇൻകം അറിയത്തില്ല, അയാൾ അടയ്ക്കുന്ന ടാക്സ് നമുക്കറിയാം, അയാൾ അടയ്ക്കുന്ന ടോട്ടൽ ടാക്സ് 1.8 ലാക്ക് ആണ് അയാളുടെ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.8 ലാക്ക് ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനമാണെന്ന് നമുക്കറിയണം. അതായത് ടോട്ടൽ അയാളുടെ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെയാ പറയുന്നത്? ഒരാൾക്ക് എത്രയോ ഒരു ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഒരു ഇൻകത്തിന്റെ 4 ലാക്സ് വരെ 10% അടയ്ക്കും. പിന്നെ 4 to 8 ലാക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 4 to 8 ലാക്സ് പറഞ്ഞാൽ 8 minus 4 ലാക്ക് അല്ലെ. അടുത്ത ഒരു 4 ലാക്കിന് അയാൾ 20% ടാക്സ് അടയ്ക്കുന്നു. ബാക്കിയുള്ള എമൗണ്ട്, അതായത് 8 ലാക്കിന് എബോവ് വരുന്ന ബാക്കിയുള്ള എല്ലാ തുകയ്ക്കൂടെ ചേർത്ത് അയാൾ 30% ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെ മൊത്തം 1.8 ലാക്കാണ് അയാൾ ടാക്സ് അടയ്ക്കുന്നത് എങ്കിൽ അതിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് അയാൾ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് പറഞ്ഞത് 3 സെക്ഷൻ ആയിട്ടാണ് ഒരു ടാക്സ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞത് അല്ലെ. ടോട്ടലും തന്നിട്ടുണ്ട്, ടോട്ടൽ ടാക്സും ഉണ്ട്. A person pays 10% of tax on his income up to 4 lakh. അതായത് 4 lakh റുപ്പീസിന്റെ എത്ര ശതമാനം അടയ്ക്കും? 10% അല്ലെ. 10/100, 10% of 4 lakh അടയ്ക്കുന്നുണ്ട്. എത്ര വരും? 40,000. ക്ലിയർ ആണോ? ഇനി ബാക്കി 4 lakh to 8 lakh വരെ ഉള്ളതിന് 20% അടയ്ക്കാന്ന്. 4 lakh to 8 lakh വരെ എത്ര ഉണ്ട്? 4 lakh റുപ്പീസ് അല്ലെ. അപ്പൊ അടുത്ത ഒരു 4 lakh റുപ്പീസിന്റെ 20% ആണ് അയാൾ അടയ്ക്കുന്നത്. ക്ലിയർ ആണോ? 80,000. ഓക്കെ. ബാക്കി 8 ലാക്കിന് എബവ് ഉള്ളത് മനസ്സിലായി. ഇപ്പൊ ആദ്യത്തെ ഒരു 4 ലാക്കിന് 40,000 അടച്ചു, അടുത്ത 4 ലാക്കിന് 80,000 അടച്ചു, ഇപ്പൊ 8 ലാക്ക് ആയി അല്ലെ. ഇനി അതിന് മേളില് ഞാൻ പറയുക X റുപ്പീസ് ആണെന്ന് വെച്ചു, എത്രയോ ലാക്സ് റുപ്പീസ് ഉണ്ട്, അത് X എന്ന് പറയുന്നു. Xന്റെ അത് എത്ര ശതമാനം അടയ്ക്കുന്നത്? 30% അടയ്ക്കണം അല്ലെ. അതിന്റെ 30/100 അടയ്ക്കണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അത് എന്താന്ന് പറഞ്ഞത് നോക്കി. ടോട്ടൽ ഇതിപ്പോ എത്ര മൊത്തത്തിൽ അടച്ചു? 40,000 അടച്ചു, 80,000 അടച്ചു. ദാറ്റ് മീൻസ് ടോട്ടൽ 1,20,000 റുപ്പീസ് ആണ് ഈ ടാക്സ്. മൊത്തം എത്ര അയാൾ ടാക്സ് അടയ്ക്കുന്നത്? ടോട്ടൽ എന്ന് പറയുന്നത് 1,80,000, 1.8 ലാക്ക്. ദാറ്റ് മീൻസ് 1,80,000 റുപ്പീസ് അയാൾ മൊത്തം അടയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ ഇവിടെ അടയ്ക്കുന്ന ടാക്സ് കിട്ടത്തില്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഇയാൾ ആദ്യത്തെ ഒരു 4 ലക്ഷം രൂപയ്ക്ക് അതിന്റെ 10% ടാക്സ് അടയ്ക്കുന്നത്. ദാറ്റ് മീൻസ് 40,000 റുപ്പീസ് ടാക്സ് ആയിട്ട് അടച്ചു. ബാക്കി 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ എന്ന് വെച്ചാൽ അടുത്ത 4 ലക്ഷം രൂപയ്ക്ക് അയാൾ 20% ടാക്സ് അടച്ചു, 80,000 റുപ്പീസ് അടച്ചു. അങ്ങനെ ഈ രണ്ടെണ്ണത്തും കൂടെ ചേർത്ത് അയാൾ 1,20,000 റുപ്പീസ് ടാക്സ് അടച്ചു. മൊത്തത്തിൽ അയാൾ എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നത് തന്നേക്കുന്നത്? 1,80,000 അല്ലെ. 1,80,000 അടുത്തെങ്കിൽ ഇത് മൈനസ് ചെയ്താൽ എത്ര വരും? 60,000 റുപ്പീസ്. ആ 60,000 റുപ്പീസ് അല്ലേ ഇയാൾ ഇവിടെ മൂന്നാമത്തേതിൽ അടയ്ക്കുന്നത്? 60,000 റുപ്പീസ്. ക്ലിയർ ആണോ? അതായത് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. 1,80,000 മൈനസ് 1,20,000 അല്ലെ. 1,80,000 നിന്ന് 1,20,000 കുറയ്ക്കുക, 60,000 റുപ്പീസ്. അതാണ് ഈ മൂന്നാമത്തെ പാർട്ടിൽ അടയ്ക്കുന്ന ടാക്സ്. എന്നാലല്ല ഈ 3 ടാക്സും കൂടെ ചേർത്ത് എന്ത് വരത്തുള്ളൂ? 1,80,000 വരത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമുക്കിത് കണ്ടുപിടിച്ചുകൂടായോ? അതായത് ഏത് രൂപയുടെ 30% ആണ് 60,000 എന്ന് കണ്ടുപിടിക്കുക. സോൾവ് ചെയ്തേ. X will be equal to 60,000 into 100/30. കട്ട് ചെയ്യാം. എന്ത് വരും? 2 lakh എന്ന് കിട്ടും. ക്ലിയർ ആണോ? അതായത് 8 ലാക്ക് കഴിഞ്ഞ് ഈ ഒരു മൂന്നാമത്തെ പാർട്ട് 2 ലാക്ക്. അങ്ങനെ മൊത്തം എത്ര? ആദ്യത്തെ ഒരു സെക്ഷൻ 4 ലാക്ക്, രണ്ടാമത്തത് 4 ലാക്ക്, അടുത്തത് 2 ലാക്ക്. അങ്ങനെ മൊത്തത്തിൽ അയാളുടെ സാലറി എത്രയാണ്, അല്ലെങ്കിൽ അയാളുടെ ഇൻകം എത്രയാണ്? 10 lakh റുപ്പീസ് അല്ലെ. 4 + 4 8, 8 + 2 10. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്ത് വരും? 10 lakh റുപ്പീസ് എന്ന് വരും. ഓക്കെ അല്ലേ? 10 lakh റുപ്പീസ് ആണ് അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ഹിസ് ആവറേജ് പെർസെന്റേജ് ഓഫ് ടാക്സ് പെയ്ഡ് ഓഫ് ദ ഹോൾ ഇൻകം. അയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് അയാൾ ടാക്സ് അടച്ചതെന്ന് അല്ലെ. എത്ര ടാക്സ് അടച്ചത്? 1,80,000 റുപ്പീസ് ആണ് അയാൾ ടാക്സ് അടച്ചത്. അതേ ബൈ ടോട്ടൽ എത്ര? 10
lakh into 100. ക്ലിയർ അല്ലേ? കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 18%. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൺ കോഡിംഗ് ലാംഗ്വേജ് നോക്കിയേ, ഹോട്ട് ഫുഡ് ഈസ് ടേസ്റ്റി, അതിന്റെ ഒരു കോഡാണ് ഈ തന്നേക്കുന്നത്. അതേപോലെ ടേസ്റ്റി ഫുഡ് ഈസ് ഗുഡ്, അതിന്റെ കോഡ്. മഷ്റൂം ഈസ് ഗുഡ്, അതിന്റെ കോഡ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് ഹോട്ട് ആൻഡ് മഷ്റൂം? ഈ ഒരു കോഡിങ്ങില് ഹോട്ട് ആൻഡ് മഷ്റൂമിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? നന്നായിട്ട് ഒന്നുകൂടെ നോക്കിയേ. ഹോട്ട് ഫുഡ് ഈസ് ടേസ്റ്റി, ടേസ്റ്റി ഫുഡ് ഈസ് ഗുഡ്. ഈ ആദ്യം രണ്ടെണ്ണം വീതം എടുക്കുക. നോക്കിയേ, ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഇതിനകത്ത് കോമൺ ഏതുണ്ടെന്ന് നോക്കിയേ. ഫുഡ് ഈസ് ടേസ്റ്റി അല്ലെ? ഇത് മൂന്നും കോമണാ. അതായത് ഇതിനകത്ത് ഒരെണ്ണം ഒറ്റയ്ക്ക് കിടക്കുന്ന ഹോട്ടും ഒരെണ്ണം ഗുഡും. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാന്ന് നോക്കിയേ. TY ഇത് കോമണാ, ഇത് കോമണാ, ഇത് കോമണാ അല്ലെ? രണ്ടിലും ഉണ്ട്. അപ്പൊ അത് മൂന്നും ടേസ്റ്റി ഫുഡ് ഈസ്, അത് ഏതാ നമുക്ക് അറിയത്തില്ല, അത് മൂന്നിലും എന്തായാലും ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹോട്ടിന്റെ കോഡാണ് OT. ക്ലിയർ അല്ലേ? അതേപോലെ ഇതിൽ നിന്ന് ഗുഡിന്റെ കോഡാണ് DIGO. ക്ലിയർ ആണോ? ഇതിൽ നിന്ന് ഇത്രയും കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ ആവും. ബാക്കി കണ്ടുപിടിക്കണം. ഹോട്ട് നോക്കിയേ, ഹോട്ട് ഏതാ? OT. അത് വെച്ച് തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് മറ്റേതുകൂടെ കണ്ടുപിടിക്കാം. നോക്കിയേ, ഇത് രണ്ടും കൂടെ നോക്കിയേ. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ കോഡം നോക്കിയേ. ടേസ്റ്റി ഫുഡ് ഈസ് ഗുഡ്, മഷ്റൂം ഈസ് ഗുഡ്. നോക്കിയേ, ഈസ് ഗുഡ് ഇവിടെയുണ്ട്, ഈസ് ഗുഡ് ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ രണ്ടും കൂടെ കോമൺ ആയിട്ട് വരും, നമുക്ക് വെട്ടാം. ഇത് വെട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്ത് ഈ മഷ്റൂം മാത്രമേ ഉള്ളൂ, അതായത് TUBO. അപ്പൊ മഷ്റൂമിന്റെ കോഡ് TUBO. അപ്പൊ ഇത് രണ്ടും ആ ചോദിച്ചേക്കുന്നത്, OTയും TUBOയും. ഓപ്ഷൻ C. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടെണ്ണം വീതം എടുത്ത് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷാൽ ബി ദ വാല്യൂ വെൻ 0.07 ഡിവൈഡ് ബൈ 350? എങ്ങനെ ചെയ്യാം? നോക്കി, ആദ്യം നമുക്ക് ഡെസിമലിനെ മാറ്റാം അല്ലെ? ഡെസിമലിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്. അപ്പൊ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ആവും? 100 കൊണ്ട് മൾട്ടിപ്ലൈ. ഡെസിമലേഷൻ 1 ഡിജിറ്റ് ആയിരുന്നെങ്കിൽ 10 കൊണ്ട്, ഡെസിമലേഷൻ 3 ഡിജിറ്റ് ആയിരുന്നെങ്കിൽ 1000 കൊണ്ട് അല്ലെ? ഒരിടത്ത് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. 100 into 100. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്തായും 7 എന്നാവും അല്ലെ? 7/350 into 100. ഓക്കെ, കട്ട് ചെയ്യാവല്ലോ. 150, അതായത് 1/5 into നമുക്ക് ഇതിനെ എന്താ 1000 എന്ന് എഴുതാം അല്ലെ? 3 0. 1/5 എന്താ? 0.2. 0.2/1000. അപ്പൊ എന്താ? ഇനി ഇവിടെ ഇപ്പൊ ഓൾറെഡി ഒരു പോയിന്റ് ഡെസിമലേഷൻ 1 ഡിജിറ്റ് ഉണ്ട്. ബൈ 1000 എന്ന് പറഞ്ഞാൽ ഡെസിമലേഷൻ 3 ഡിജിറ്റുകൾ നമ്മൾ 0 ഇടണം അല്ലെ? ദാറ്റ് ഈസ് 0.0002. ആൻസർ എന്ത് വരും? ഓപ്ഷൻ A, 0.0002. ക്ലിയർ ആണോ? ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.